الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين اللهم علمنا ما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أما بعد السلام عليكم ورحمة الله وبركاته ബഹുമാന്യരായ ശ്രോതാക്കളെ, സൂറത്ത് യാസീനിലെ 5 മുതൽ 8 വരെ സൂക്തങ്ങളാണ് ഇന്ന് നാം പഠിക്കുവാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തൻസീലൽ അസീസിർ റഹീം. തൻസീൽ ഇറക്കിയത്, അവതരിച്ചത്. അൻസല അവൻ ഇറക്കി. അൽ അസീസ് അജയ്യൻ പ്രതാപി. അർ റഹീം പരമകാരുണികൻ. പരമകാരുണികനും അസീസുമായ നാഥൻ ഇറക്കിയത്. ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലിതുൻദിറ നീ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, താക്കീത് ചെയ്യാൻ വേണ്ടി. അൻസറ അവൻ താക്കീത് ചെയ്തു. നസീർ താക്കീത് ചെയ്യുന്നവൻ. ലിതുൻദിറ നീ താക്കീത് ചെയ്യാൻ വേണ്ടി. ഖൗമൻ ഒരു സമൂഹത്തെ. മാ ഉൻദിറ ആബാഉഹും അവരുടെ പിതാക്കൾക്ക് താക്കീത് ചെയ്യപ്പെട്ടിട്ടില്ല. പിതാക്കൾ താക്കീത് ചെയ്യപ്പെട്ടിട്ടില്ല, മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. ഫഹും ഗാഫിലൂൻ അവർ അശ്രദ്ധയിലാകുന്നു, ബോധമില്ലാത്തവരാകുന്നു. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുഅ്മിനൂൻ. ലഖദ് ഹഖൽ ഖൗൽ വചനം സത്യമായി പുലർന്നു. ഹഖ സത്യമായി പുലർന്നു. അൽ ഖൗൽ വചനം. അലാ അക്സരിഹിം അവരിൽ മിക്ക ആളുകളുടെ മേലിലും. ഫഹും അപ്പോൾ അവർ ലാ യുഅ്മിനൂൻ വിശ്വസിക്കുകയില്ല. ഇന്നാ ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാല നിശ്ചയമായും നാം അവരുടെ കഴുത്തുകളിൽ ആക്കി വെച്ചു. അനാഖ് ഉനുഖ് എന്ന പദത്തിന്റെ ബഹുവചനമാണ് കഴുത്ത്. അഗ്ലാലൻ ചങ്ങലകൾ. ഗുൽ എന്ന പദത്തിന്റെ ബഹുവചനമാണ് അഗ്ലാൽ അഥവാ ചങ്ങലകൾ. ഫഹിയ അപ്പോൾ അത് അഥവാ ചങ്ങലകൾ ഇലൽ അദ്ഖാൻ താടിയെല്ലുകൾ വരെ. ദഖൻ എന്ന പദത്തിന്റെ ബഹുവചനമാണ് അൽ അദ്ഖാൻ. താടിയെല്ലുകൾ വരെ അത് താഴ്ന്നു കിടക്കുന്നു എന്നർത്ഥം. ഫഹും അപ്പോൾ അവർ മുഖ്മഹൂൻ. മുഖ്മഹൂൻ എന്ന വാക്കിന്റെ അർത്ഥം തല ഉയർത്തി നിൽക്കുന്നവർ എന്നാണ്. താഴ്ത്താൻ കഴിയാതെ തല പൊക്കി നിൽക്കുന്നവർ. ഇതാണ് ആയത്തിന്റെ നേരിട്ടുള്ള അർത്ഥം. തൻസീൽ അൽ അസീസിർ റഹീം. തൻസീൽ ഇറക്കിയത്. എന്ത് ഇറക്കിയത് എന്നാണെന്ന് ഇവിടെ വിശദീകരിച്ചിട്ടില്ല. മുഫസ്സിറുകൾക്ക് 2 അഭിപ്രായമുണ്ട് ഈ വിഷയത്തിൽ. ഒന്ന്, ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തിയതുപോലെ അനസലല്ലാഹു ദാലിക തൻസീല വത്തൻസീൽ യർജിഉ ഇലൽ ഖുർആൻ. അല്ലാഹു അതിനെ ഇറക്കി, അത് ഖുർആനിലേക്കാണ് അത് മടങ്ങുന്നത്. അപ്പോൾ അസീസായ റഹീമായ നാഥൻ ഇറക്കിയ ഖുർആൻ, അതേക്കുറിച്ചാണ് തൻസീൽ എന്ന് പറഞ്ഞത്. മറ്റൊരു അഭിപ്രായം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടങ്ങുന്നു എന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലാഹ് അൻസലഹാ മിനസ് സമാ. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാരുണ്യത്തെ ആകാശത്തിൽ നിന്ന് അള്ളാഹു ഇറക്കി. ഇമാം ഖുർത്തുബി പരാമർശിച്ചത് അർസലല്ലാഹുൽ മത്തർ എന്ന് അൻസലല്ലാഹുൽ മത്തർ എന്ന അർത്ഥത്തിൽ അറബി ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. അള്ളാഹു മഴയെ അയച്ചു എന്നതിന് മഴയെ ഇറക്കി എന്നും അർത്ഥമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആകാശത്തിൽ നിന്ന് കാരുണ്യമായിക്കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇറക്കി.
ഇന്നക ലമിനൽ മുർസലീന ഇർസാലൻ മിനൽ അസീസിർ റഹീം. അങ്ങനെ വരുമ്പോൾ അത് ചേരുന്നത് ഇന്നക ലമിനൽ മുർസലീൻ എന്ന മുൻ വചനത്തോടാണ്. നീ നിശ്ചയമായും അയക്കപ്പെട്ടവരിൽപ്പെട്ടവനാകുന്നു, ദൂതന്മാരിൽപ്പെട്ടവനാകുന്നു. ഇർസാലൻ മിനൽ അസീസിർ റഹീം, റഹീമും അസീസുമായ അള്ളാഹുവിൽ നിന്ന് അയച്ചത്. രണ്ട് അർത്ഥവും നൽകപ്പെട്ടിട്ടുണ്ട്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ഈ ഉത്ബോധനത്തെ ഇറക്കിയത്, നാം അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നാമാണ് അതിനെ കാത്തു സൂക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നാം അതിനെ കാത്തു സൂക്ഷിക്കും. അപ്പം അള്ളാഹു ഇറക്കിയ ഈ വേദഗ്രന്ഥം സുരക്ഷിതമായി അന്ത്യദിനം വരെ നിലനിൽക്കുന്നതാണ്, നിലനിൽക്കേണ്ടതുമാണ്. അസീസായ നാഥനാണ് ഈ വേദഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത്, സത്യദൂതൻ അയച്ചിട്ടുള്ളത്. കേവലം ഒരു വിനോദം എന്ന നിലയിലല്ല അള്ളാഹു വേദഗ്രന്ഥം ഇറക്കിയതും സത്യദൂതന്മാരെ പ്രബോധനത്തിന് വേണ്ടി നിയോഗിച്ചതും. ഭൂഗോളത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് വ്യക്തിപരവും സാമൂഹ്യവും രാഷ്ട്രീയവും ആയ അവരുടെ ജീവിതത്തിൽ ആവശ്യമായി വരുന്ന മുഴുവൻ നിയമങ്ങളും ഈ പ്രപഞ്ചത്തെയും മനുഷ്യവംശത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന നാഥൻ തമ്പുരാൻ ഇറക്കിയിട്ടുണ്ട്. വേദഗ്രന്ഥത്തിൽ അവ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പ്രപഞ്ചത്തെ സന്തുലിതത്വത്തോടുകൂടി പരസ്പര പൂരകങ്ങളായി നിലനിൽക്കുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ നാഥൻ തമ്പുരാൻ അതിലെ ഏകബുദ്ധിജീവിയായ മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ മാർഗദർശനവും നൽകിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിനർത്ഥം. അസീസ് എന്ന പദം അവിടെ ഉപയോഗിച്ചത് അവൻ നിങ്ങളെ എപ്പോഴും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നും അവൻ സൃഷ്ടിച്ച ഈ ഭൂമി, അവന്റെ നിയമത്തിനനുസരിച്ച് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഭൂമി, സൂര്യനും ഭൂമിയും അടക്കമുള്ള സൗരയൂഥങ്ങൾ അവയുടെ ഭ്രമണപഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കാനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നാഥൻ തമ്പുരാൻ മനുഷ്യ സമൂഹത്തെയും സദാ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അധികകാലം അവന്റെ ആജ്ഞ ധിക്കരിച്ചുകൊണ്ട് ഈ ഭൂമുഖത്ത് ജീവിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അവനെ അനുസരിച്ചുകൊണ്ട് അവന് വണങ്ങി ജീവിക്കുന്ന കോടാനുകോടി നക്ഷത്രങ്ങളുള്ള ഈ ലോകത്ത് അവന്റെ ഇച്ഛാനുസരണം കിഴക്ക് നിന്ന് കൃത്യമായി ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യന്റെ പ്രകാശമേറ്റ് ഫോട്ടോസിന്തസിസിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണം കഴിച്ച് അവൻ സൃഷ്ടിച്ച വായു ശ്വസിച്ചുകൊണ്ട് അവൻ വരദാനമായി നൽകിയ അതിസങ്കീർണമായ വാട്ടർ സൈക്കിളിലൂടെ നമുക്ക് അത്യാവശ്യമായ ജലത്തെ, വെള്ളത്തെ ഇവിടെ സംവിധാനിച്ച ആ നാഥൻ അവനെ ധിക്കരിച്ചുകൊണ്ട് അധികകാലം കഴിയാമെന്ന് മഹാപാപികളായ മനുഷ്യർ ഒരിക്കലും തെറ്റിദ്ധരിച്ചുകൂടാ. അതേ സന്ദർഭത്തിൽ തെറ്റുകൾ ചെയ്തു പോയ മനുഷ്യന്റെ മുമ്പിൽ തൗബയുടെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നു. റഹീമായ നാഥന്റെ കാരുണ്യം നമുക്കെവിടെയും ദർശിക്കാൻ കഴിയും. കാരുണ്യത്തിന്റെ സാഗരമാണ് അവൻ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ കൈ ഉയർത്തിക്കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് കണ്ണുനീർ പൊഴിച്ച് പശ്ചാത്തപിക്കുന്ന വിശ്വാസികളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആകാശത്തിന്റെ താഴ്ഭാഗത്ത് ഹൽ മിൻ മുസ്തഗ്ഫിരിൻ അസ്തഗ്ഫിറു ലഹ്
ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അടിമയുണ്ടോ? ഞാനിതാ അവന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ആരെങ്കിലും എന്നോട് ഹൽ മിൻ സായിലിൻ, ആരെങ്കിലും എന്നോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഉത്തരം നൽകാൻ ഞാൻ തയ്യാറായിരിക്കുന്നു. കാരുണ്യത്തിന്റെ പ്രതീകമാണവൻ. ഇറക്കം എന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച്, ആ പ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മുകളിൽ നിന്നൊരു താഴേക്ക് ഒരു കല്ലോ ഒരു പഴമോ വീഴുന്നത് നാം സങ്കല്പിച്ചാൽ, ഒരു സോഴ്സിൽ നിന്ന് താഴോട്ട് വരണം, ഒരാൾ ഇങ്ങോട്ട് താഴോട്ടിടണം. അപ്പോൾ അത് സ്മൂത്തായിട്ട് താഴോട്ട് വീഴാനുള്ള ഒരു അന്തരീക്ഷം, ഒരു മീഡിയ, ഒരു മാധ്യമം അവിടെ ആവശ്യമാണ്. അതിനിടയിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ താഴോട്ട് വീഴില്ല. ചെന്ന് പതിക്കാൻ ഒരിടവും ആവശ്യമാണ്. അപ്പോൾ ഒരു വീഴാനൊരു പദാർത്ഥം, മുകളിൽ നിന്ന് താഴോട്ട് ഇറക്കാനുള്ള ഒരു സ്രോതസ്, ഒരു മാധ്യമം, വീഴാനുള്ള സ്ഥലം, ഇങ്ങനെ 3-4 ഘടകങ്ങൾ അതിലുണ്ട്. സർ ഐസക് ന്യൂട്ടൻ ഭൗതികമായി ഈ വിഷയം ഊർജതന്ത്രത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചപ്പോഴാണ് ആപ്പിൾ താഴോട്ട് വീഴുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചത്. ഭൂമിയിലെ ഗുരുത്വാകർഷണ ശക്തി മൂലമാണ് അത് താഴോട്ട് വീഴുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ അങ്ങനെയാണ് തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ അദ്ദേഹം ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത്, ഗുരുത്വാകർഷണ സിദ്ധാന്തം. ഞാനിത് പറയാൻ കാരണം, അല്ലാഹു ഖുർആനിൽ വേദഗ്രന്ഥത്തിന്റെ അവതരണത്തെക്കുറിച്ച് പരാമർശിച്ച ഒരു സൂക്തമുണ്ട്. وَكَذَلِكَ أَوْحَيْنَا إِلَيْكَ رُوحًا مِّنْ أَمْرِنَا مَا كُنْتَ تَدْرِي مَا الْكِتَابُ وَلَا الْإِيمَانُ وَلَكِنْ جَعَلْنَاهُ نُورًا نَهْدِي بِهِ مَن نَّشَاءُ مِنْ عِبَادِنَا وَإِنَّكَ لَتَهْدِي إِلَى صِرَاطٍ مُسْتَقِيمٍ. അപ്രകാരം താങ്കൾക്ക് നാം വഹി നൽകി, ബോധനം നൽകി. റൂഹം മിൻ അംരിന, നമ്മുടെ കൽപ്പന പ്രകാരം ഉള്ള ഒരു ദിവ്യ ചൈതന്യത്തെ, അഥവാ ഖുർആൻ. മാ കുന്ത തദ്രി മൽ കിതാബ്, പ്രവാചക താങ്കൾക്ക് അറിയുമായിരുന്നില്ല, നിരക്ഷരനായ താങ്കൾക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് എന്താണ് വേദഗ്രന്ഥമെന്ന് അറിയുമായിരുന്നില്ല. വലൽ ഈമാൻ, എന്താണ് സത്യവിശ്വാസമെന്നും അറിയുമായിരുന്നില്ല. വലാകിൻ ജഅൽനാഹു നൂറ, പക്ഷേ അതിനെ നാം ഒരു പ്രകാശമാക്കി. ഏതിനെ? ഇറക്കിയ റൂഹിനെ പ്രകാശമാക്കി, ഖുർആനിനെ പ്രകാശമാക്കി. നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നാം ഉദ്ദേശിക്കുന്ന നമ്മുടെ അടിമകളിൽപ്പെട്ട ആളുകൾക്ക് സന്മാർഗദർശനം നൽകാൻ വേണ്ടി, അള്ളാഹുവിന്റെ മശീഅത്തിൽ ഉള്ള അടിമകൾക്ക് ഹിദായത്ത് ലഭിക്കാനുള്ള മാർഗമാണ് ഈ വേദഗ്രന്ഥം. ഇരുട്ടുകളിൽ തപ്പിത്തടയുന്ന മനുഷ്യ മക്കൾക്ക് പ്രകാശമാണത്. മറ്റെവിടെയും ഈ സന്മാർഗം ലഭിക്കുകയില്ല. വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, പ്രവാചക ഓർക്കുക, ഉത്കർഷബോധത്തോടുകൂടി ഓർക്കുക, സുപ്പീരിയോറിറ്റി കോംപ്ലക്സോടുകൂടി. നിശ്ചയമായും താങ്കൾ ലതഹ്ദീ, താങ്കൾ നയിക്കുകയാണ്, അതെ, ജനങ്ങളെ എവിടേക്ക്? ഇലാ സിറാത്തിൻ മുസ്തഖീം, ചൊവ്വായ പാതയിലേക്ക്. ഏതാണ് ആ പാത എന്നറിയുമോ? സിറാത്തില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അതൊരു മാർഗമാണ്, അള്ളാഹുവിന്റെ മാർഗമാണത്. ആ മാർഗത്തിലേക്കാണ് പ്രവാചക താങ്കൾ ജനങ്ങളെ നയിക്കുന്നത്, മാർഗദർശനം നൽകുന്നത്. ഏതാണ് അള്ളാഹു? ലഹു മാ ഫിസ് സമാവാത്, ആകാശങ്ങളിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അവന്റേതാണ്. വമാ ഫിൽ അർദ്, ഭൂമിയിലുള്ളതും. 200 മുതൽ 400 വരെ ബില്യൺ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഗാലക്സികളുണ്ട്. അങ്ങനെയുള്ള ബില്യൺ കണക്കിന് ഗാലക്സികൾ. മനുഷ്യൻ അതിന്റെ ഒരു ചെറിയ അംശം പോലും ശക്തമായ ടെലസ്കോപ്പ് ഉപയോഗിച്ച്, ഹബിൾ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒക്കെ ആധിപത്യം ആരുടെ കയ്യിലാണോ, മുൽക്ക് ആരുടെ കയ്യിലാണോ, അവന്റെ മാർഗമാണത്. എല്ലാം അവസാനിച്ചാൽ, ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമായ ശേഷം അള്ളാഹു അതേ ചോദ്യം ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ആധിപത്യമെന്ന്. ആരും ഉത്തരം പറയാനുണ്ടാവില്ല. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനായ അള്ളാഹുവിന് മാത്രമായിരിക്കും അന്നും ആധിപത്യം. ആ അള്ളാഹുവിന്റെ സിറാത്ത് മാത്രമല്ല, അലാ ഇലല്ലാഹി തസീറുൽ ഉമൂർ, എല്ലാ കാര്യങ്ങളും ആ അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്.
ഞാനിത് സൂചിപ്പിച്ചത്, നാം ഖുർആൻ വായിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്, ഗ്രഹിക്കുന്നവരാണ്, ധാരാളമായി നമസ്കരിക്കുന്നവരാണ്. പക്ഷെ പലരും പരാതിപ്പെടുന്നു, എന്തോ ഞങ്ങളുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് അത് ഇറങ്ങുന്നില്ലല്ലോ. ഖുർആൻ പാരായണം കേവലം ഒരു അധര വ്യായാമമായി മാറുകയല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഗദ്ഗദ ഖണ്ഡനായി വിറക്കുമായിരുന്നു. അത് ഞങ്ങൾക്ക് സംഭവിക്കുന്നില്ല. പലപ്പോഴും പ്രവാചകൻ താടിരോമങ്ങൾ മുഴുവൻ കരഞ്ഞ് കരഞ്ഞ് ഈർപ്പമണിഞ്ഞിട്ടുണ്ട്. എന്തേ നമുക്കിത് കഴിയാത്തത്? ന്യൂട്ടൺ പറഞ്ഞ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ, കേവലം അതിങ്ങോട്ട് വീണാൽ പോരാ, അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു മനസ്സും ആത്മാവും നമുക്ക് വേണം. പുഷ്പങ്ങളിലെ പരാഗണം നടത്തുന്നില്ലേ തേനീച്ചകൾ? ആ തേനീച്ചകളെ കാത്തിരിക്കുന്ന പുഷ്പങ്ങളുണ്ട്. അതിൻ്റെ റിപ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പുരുഷനിൽ നിന്ന് തെറിച്ചു വീഴുന്ന രേതസ്കണം അത് സ്വീകരിക്കാൻ വേണ്ടി ഗർഭാശയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങൾ അത്ഭുതകരമാണ്. ഒരു പുതുമാരനെ പോലെ അവനെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ വമ്പിച്ച സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്കും ഈ വേദഗ്രന്ഥത്തിലുള്ള അള്ളാഹുവിൻ്റെ ചൈതന്യം സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. ലിത്തുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ലിത്തുൻദിറ, നീ മുന്നറിയിപ്പ് നൽകാൻ, താക്കീത് നൽകാൻ വേണ്ടി, ഖൗമൻ ഒരു സമൂഹത്തിന്, മാ ഉൻദിറ ആബാഉഹും അവരുടെ പിതാക്കൾക്ക് താക്കീത് നൽകപ്പെട്ടിട്ടില്ല, ഫഹും ഗാഫിലൂൻ അതുകൊണ്ട് അവർ അശ്രദ്ധയിലാണ്. ഇതിന് രണ്ടർത്ഥമുണ്ട്. ഒരർത്ഥം മാ നിഷേധത്തെ കുറിക്കുന്ന അവർ മുന്നറിയിപ്പ് നൽകപ്പെടും എന്ന് പറഞ്ഞാൽ സമീപസ്ഥരായ പൂർവികർ, ഖുറൈശികളുടെ പൂർവികർ, അവർക്ക് സന്മാർഗദർശനം നൽകാൻ പ്രവാചകൻ ഇറങ്ങിയിട്ടില്ല. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇടയിൽ കുറെ കാലം കഴിഞ്ഞുപോയി. എന്നിരുന്നാലും മുമ്പ് കഴിഞ്ഞുപോയി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഷുഐബ് അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരുടെ പ്രബോധനങ്ങൾ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുകയും അത് ഏറ്റുവാങ്ങുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു ചെറിയ സമൂഹമെങ്കിലും നിലനിന്നിരുന്നു. പക്ഷേ വളരെ കാലം കഴിഞ്ഞ് അത് തിരുത്തപ്പെടുകയോ അല്ലെങ്കിൽ മാഞ്ഞു പോവുകയോ ധിക്കാരം കൊണ്ട് അത് അവഗണിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ മൗലികമായ മുഴുവൻ അധ്യാപനങ്ങളും മാഞ്ഞു പോകുന്ന ഒരു ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു പ്രവാചകനെ നിയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് സമീപസ്ഥരായ അവരുടെ പിതാക്കൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് ധാരാളം പ്രവാചകന്മാർ ആ മേഖലയിൽ വന്നിട്ടുണ്ട്. ഒരർത്ഥം അതാണ്. രണ്ടാമത്തെ അർത്ഥം ലിതുൻദിറ, നീ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, ഖൗമൻ ഒരു സമൂഹത്തിന്, മാ ഉൻദിറ മുന്നറിയിപ്പ് നൽകപ്പെട്ട ഒന്ന്, ആബാഹും അവരുടെ പിതാക്കൾ. അതുപോലെ അവരുടെ പിതാക്കൾക്ക് എന്തൊന്നാണോ മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടുള്ളത് അത് തന്നെയാണ് പ്രവാചക താങ്കളും താക്കീതായവർക്ക് നൽകേണ്ടത് എന്ന് പറഞ്ഞാൽ മുൻ പ്രവാചകന്മാരുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് അതേ കാര്യത്തെ താങ്കളും അവർക്ക് താക്കീത് ചെയ്യുന്നു എന്നർത്ഥം. ഇപ്പം ഗാഫിലൂൻ എന്ന് പറഞ്ഞാൽ അവർ അശ്രദ്ധരാണ്. വളരെ കാലമായി അവർക്ക് പ്രവാചകൻ, പൂർവ്വകാലത്ത് ജീവിച്ച പ്രവാചകൻ പ്രചരിപ്പിച്ച ദൈവികമായ അധ്യാപനങ്ങൾ ലഭിക്കാതെ അശ്രദ്ധയിൽ ബോധം നഷ്ടപ്പെട്ട രീതിയിലാണ് അവരിപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം, അവരിൽ അധികം ആളുകളുടെ മേലും വചനം സത്യമായി പുലർന്നിരിക്കുന്നു. ഫഹും ലാ യുഅ്മിനൂൻ, അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല. എന്താണ് ആ വചനം? ശിക്ഷയെക്കുറിച്ചുള്ള വചനം അവരിൽ പുലർന്നിരിക്കുന്നു എന്നർത്ഥം. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്ത് വമാ ആതൈനാഹും മിൻ കുതുബിൻ യദ്റുസൂനഹ വമാ അർസൽനാ ഇലൈഹിം ഖബ്ലക മിൻ നസീർ, നാം അവർക്ക് ഗ്രന്ഥങ്ങൾ അവർക്ക് പഠിക്കാൻ കഴിയുന്ന ഗ്രന്ഥങ്ങൾ നാം അവർക്ക് നൽകിയിട്ടില്ല, താങ്കൾക്ക് മുമ്പ് ഒരു മുന്നറിയിപ്പുകാരനെയും നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇന്ന ജഅൽനാ ഫീ അഅനാഖിഹിം അഗ്ലാല, അവരുടെ കഴുത്തുകളിൽ നാം വെച്ചു അഗ്ലാലൻ, ചങ്ങലകൾ. ഫഹിയ, ആ ചങ്ങലകൾ ഇലൽ അദ്ഖാൻ, താടിയെല്ലുകൾ വരെ നിലനിൽക്കുക, താഴ്ന്നു നിൽക്കുകയാണ്. ഗുല്ലിന്റെ ബഹുവചനമാണ് അഗ്ലാൽ, ചങ്ങലകൾ. ദഖൽ, താടിയെല്ല്. അൽ അദ്ഖാൻ, താടിയെല്ലുകൾ. ഫഹും മുഖ്മഹൂൻ, അങ്ങനെ അവരുടെ തല ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന സമൂഹം ദുരഭിമാനവും അഹന്തയും ദുശാഠ്യവും ദുർവാശിയും നിമിത്തം തല ഉയർത്തിപ്പിടിച്ചു നിൽക്കും. തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സുവ്യക്തമായ സത്യങ്ങളെ അംഗീകരിക്കാതെ ഗർവ് മൂലം, അഹന്ത മൂലം അവർ കഴുത്ത് ഉയർത്തിപ്പിടിച്ചു നിൽക്കും. ഇപ്പോൾ ചങ്ങലകൾ എന്ന് പറഞ്ഞത് സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കുന്ന ദുശാഠ്യങ്ങളാണ്. പലരുടെയും അഹങ്കാരവും ദുരഭിമാനവുമാണ് സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമസ്കാരത്തിൽ സൂറത്തുൻ നജ്ം പ്രവാചകനെ അവഹേളിക്കാനും ശല്യപ്പെടുത്താനും ദ്രോഹിക്കാനും വേണ്ടി പോയ സത്യനിഷേധികൾ അത് കേട്ട് ആ അധ്യായത്തിലെ ശക്തമായ ആശയങ്ങളാൽ സ്വാധീനിച്ച് സുജൂദിൽ വീണുപോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് എഴുന്നേറ്റു നാം വീണ്ടും അവരുടെ ദുരഭിമാനം അവരെ സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് തടയുകയായിരുന്നു. സത്യം ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല, മറ്റ് പല താല്പര്യങ്ങളും നിമിത്തം അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത സമൂഹത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപിയും കാരുണ്യവാനുമായ അവനിൽ നിന്ന് അവതരിച്ച വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരിടം നൽകി നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് യാസീനിലെ 5 മുതൽ 8 വരെ സൂക്തങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.